ഒരു 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ആത്മീയത എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഒന്ന്, അഗാധമായ യവനം. 2, പ്രസാദമുള്ള സായന്തനം. 3, ശാന്തമായ കടന്നുപോകൽ. അർത്ഥപൂർണമായ യവനം, പ്രസാദമുള്ള വാർദ്ധക്യം, ശാന്തമായ ഒരു മടക്കയാത്ര. ഇതിനു വേണ്ടിയാണ് ആത്മീയം എന്നാണ് നമ്മൾ പൊതുവെ പരിഗണിക്കുന്നത്. ഇതിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ ഒരു പരസ്പരം ഇങ്ങനെ കണക്റ്റഡാണ്. അർത്ഥപൂർണമായ യൗവനത്തിൻ്റെ തുടർച്ച മാത്രമാണ് ഈ പറഞ്ഞ പ്രസാദമുള്ള വാർദ്ധക്യവും ശാന്തമായ മടക്കയാത്രയുമൊക്കെ. കാരണം ഒരാളുടെ വാർദ്ധക്യത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ അലട്ടാൻ പോകുന്നത് ഈ യൗവനം അർത്ഥപൂർണമായോ ഇല്ല എന്നുള്ള ഒരു വീണ്ടും വിചാരമാണ്. ഇതിങ്ങനെ ഒന്നിലോട്ടിങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമാണ്. മീനിങ് ഫുൾ യൂത്ത്ഹുഡ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ മടങ്ങിപ്പോയിട്ട് ഒരു കുഞ്ഞ് ഹോംവർക്ക് ചെയ്താൽ നല്ലതായിരിക്കും. വെറുതെ സമാധാനത്തിലിരുന്നുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുക. ആ 15-ാം അധ്യായം എന്ന് പറയുന്നത് ഇങ്ങനെ നഷ്ടങ്ങളുടെ അധ്യായമാണ്. പാപത്തെക്കുറിച്ച് വേദപുസ്തകം പറയാൻ ആഗ്രഹിക്കുന്ന പാഠവതാണ് പാപമെന്ന് പറയുന്നൊരു നഷ്ടമാണ്. എന്താ നഷ്ടം എന്ന് പറയുന്നത്? എനിക്കൊരു കടയുണ്ട്, ഇന്നൊരു അവധി ദിവസമാണ്, ഞാനത് തുറന്നില്ല. ഒരു C ക്ലാസ് കട ജംഗ്ഷനിൽ. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയുകയാണ്, നമുക്കിന്നൊരു 1000 രൂപയുടെ നഷ്ടമുണ്ടായി. എന്താ അതിൻ്റെ അർത്ഥം? കച്ചവടം ചെയ്തുണ്ടായ നഷ്ടമെന്നല്ല, പിന്നെയോ കച്ചവടം ചെയ്യാതിരുന്നുണ്ടായ നഷ്ടം. ഇപ്പം എന്താ നഷ്ടമെന്ന് പറയുന്നത്? അർത്ഥപൂർണമല്ലാത്ത ഒരു വിനിമയത്തിൻ്റെ പേരാണ് നഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ യൗവനം അർത്ഥപൂർണമാണോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടിയിരിക്കുന്നത്. നമ്മുടെ യൗവനം അർത്ഥപൂർണമാണോ അഗാധമാണോ എന്നുള്ളതൊക്കെയാണ്. പാപത്തിന് വേണ്ടി വേദപുസ്തകം ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അർത്ഥം മിസ്സിങ് ദ മാർക്ക് എന്നാണ്. അടയാളങ്ങൾ ഇങ്ങനെ മിസ് ചെയ്തു പോകാന്നുള്ളതാണ്. യേശുവിൻ്റെ ഗോത്രം എന്നൊക്കെ പറയുന്നത് അലഞ്ഞു നടക്കുന്ന മനുഷ്യരാണ്. അവരുടെ യാത്രയെ നിശ്ചയിക്കുന്നത് ഒരു ജലസ്രോതസ്സിൽ നിന്ന് മറ്റൊരു ജലസ്രോതസ്സിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ ഓൾറെഡി കുറേ അധികം മനുഷ്യർ അതിലേ പോയിട്ടുണ്ടാവും. പിന്നാലെ വരുന്നവർക്ക് വഴിതെറ്റാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അടയാളക്കല്ലുകൾ വെക്കും. അപ്പം അത് ശ്രദ്ധിക്കാതെയോ അതിനെ അവഗണിച്ചോ അതിനെ ബൈപ്പാസ് ചെയ്തോ ഒക്കെ പോകുന്ന പരിപാടിയുടെ പേരാ മിസ്സിങ് ദ മാർക്ക്. അപ്പോൾ ഈ മിസ്സിങ് ദ മാർക്ക് എന്നൊരു പശ്ചാത്തലത്തിലാണ് യേശു ഈ പാപത്തെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ആ പശ്ചാത്തലത്തിൽ ഒരു 3 നഷ്ടത്തെക്കുറിച്ചാണ് ലൂക്കാ 15-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്. ഒരേ കഥയാണ്. ഒരാൾക്ക് 100 ആടുകളുണ്ടായിരുന്നു. 2, ഒരു സ്ത്രീക്ക് 3, ഒരപ്പൻ 2 മക്കളുണ്ടായിരുന്നു. 100-ലൊന്ന് നഷ്ടമായി, 10-ലൊന്ന് നഷ്ടമായി, 2-ലൊന്ന് നഷ്ടമായി, വീണ്ടെടുത്തു, സന്തോഷമായി. ഒറ്റ ത്രെഡാണ്. ഈ 3 കഥകളും ഇത്തിരി സമാധാനത്തിലും ധ്യാനത്തിലും നിന്ന് വായിക്കുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടുന്നൊരു കാര്യം ഇതാണ്. ഒരേപോലത്തെ കഥയാണെങ്കിലും ഈ നഷ്ടത്തിന് കാരണങ്ങൾ 3ആണ്. ആട് നഷ്ടമാകുന്ന അജ്ഞത കൊണ്ടാണ്, നാണയം നഷ്ടമാകുന്ന അശ്രദ്ധ കൊണ്ടാണ്, മകൻ ഇറങ്ങിപ്പോകുന്ന അഹന്ത കൊണ്ടാണ്. ഒരു സായന്തനത്തിലൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പിടുത്തം കിട്ടുന്നൊരു കാര്യം ഇത് മാത്രമാണ്. ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ച എല്ലാ നഷ്ടങ്ങൾക്കും 3 കാരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 1 അജ്ഞത, 2 അശ്രദ്ധ, 3 അഹന്ത.
ഇത് നേരത്തേക്കൊന്ന് കണ്ടെത്തി ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് ഖേദിക്കാനായിട്ടൊന്നുമില്ലാത്ത ഒരു സായന്തനം ഉണ്ടാവും. അപ്പം 3 കാര്യങ്ങളാണ് ഒന്ന് മക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നിങ്ങനെ അജ്ഞത എന്ന് പറഞ്ഞൊരു പാപം, 2 അശ്രദ്ധ എന്ന് പറയുന്നത്, 3 അഹന്ത എന്ന് പറയുന്നത്. ഓർത്തു നോക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ നഷ്ടങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം അജ്ഞതയായിരുന്നു. ഇതിനെക്കുറിച്ചും കാര്യമായ ധാരണ ഉണ്ടായിരുന്നിട്ടില്ല. ഇപ്പം ശരീരമൊക്കെ ആയിട്ട് സംഭവിക്കുന്ന ചില പാളിച്ചകൾ, ഞാൻ ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ ആൺകുട്ടികളെയും അല്ലെങ്കിൽ പുരുഷന്മാരെയും കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ, ഞങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തലയിലോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ ശരീരം എന്താണെന്ന് നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. എന്താണ് ഈ ഒരു ഹ്യൂമൻ ബോഡി എന്നുള്ളത്? പെൺകുട്ടികൾ ഭാഗ്യവതികളാണ്. അവർ മുതിർന്നപ്പോൾ, അവർ വലുതായിപ്പോൾ അവരുടെ അമ്മമാർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നാൽ ആ ഭാഗ്യമോ കരുതലോ ഈ ദേശത്തെ ഒരു ആൺകുട്ടിക്കോ പിന്നീട് പുരുഷനായി മാറുന്ന ഒരു ചെറുപ്പക്കാരനോ കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതൊരു അജ്ഞതയുമായി ബന്ധപ്പെട്ട് ആദ്യം സംഭവിക്കുന്ന വികാരം എന്ന് പറയുന്നത് ജിജ്ഞാസയാണ്. ഒരു 10-12 വയസ്സ് തൊട്ട് ആരംഭിച്ച അത്തരം ജിജ്ഞാസകൾ 50കളിലും 60കളിലുമൊക്കെ ഈ ദേശത്തൊരു പുരുഷൻ കൊണ്ട് നടന്നിരിക്കും. അങ്ങനെ ഓർത്തു നോക്കുമ്പോൾ കുറേ നഷ്ടങ്ങളുടെ കാരണം അജ്ഞതയാണ്. ശരീരമൊക്കെ എന്തൊരു പ്രഷ്യസ് ഗിഫ്റ്റായിട്ടൊക്കെയാണ് വേദപുസ്തകം പറയുന്നത്. എന്താ കുർബാന കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്താ കുർബാന എന്ന് പറയുന്നത്? ഇങ്ങനെ ശരീരമെടുത്ത് വാഴ്ത്തിയ ഓർമ്മപ്പെടുത്തലാണ്. അവൻ്റെ ശരീരമെടുത്ത് വാഴ്ത്തി, ഇതെൻ്റെ ശരീരമാണ്. അപ്പോൾ കുർബാന എന്നൊക്കെ പറയുന്നത് പോലും ഈ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രമാണ്. എന്നിട്ട് അത്തരം എന്തെങ്കിലും ഒരു പരിഗണനകളോ ശ്രദ്ധയോ നമുക്ക് ആരെങ്കിലും കൈമാറിയിട്ടുണ്ടോ? ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല ശരീരത്തെക്കുറിച്ച്. വേദപുസ്തകം ഇങ്ങനെ സെക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഉപയോഗിക്കുന്ന വാക്ക് അവളെ അറിഞ്ഞു അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്നൊക്കെ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്തൊരു കുലീനമായ പദമാണ് ഇത്തരം ചില കാര്യങ്ങൾക്ക് വേണ്ടി, ശരീരത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ വേദപുസ്തകം കരുതി വച്ചിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ വിചാരിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശരീരത്തിൻ്റെ മാത്രം ചില കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഈ ഫോണൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്? നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ കടന്നു പോകുന്നൊരു കാലത്തിനകത്ത് ഇതിൻ്റെയൊക്കെ സാധ്യതകൾ നമുക്കറിയാം. നമ്മുടെ വിരൽത്തുമ്പിലാണ്. ആൻഡ് ഹൗ ഡു യു അഡ്രസ് ഈ ഫോണെന്നൊക്കെ പറയുന്ന കാര്യം എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത്? എന്താ ഈ ഫോണെന്ന് പറയുന്നത്? അത് വളരെ സിമ്പിളായൊരു സംഭവമാണ്. ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്, അതിനകത്ത് പറയുന്നൊരു അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മാക്ഡൊണാൾഡ് ഈസ് നോട്ട് ഫുഡ്. മാക്ഡൊണാൾഡ് ഈസ് നോട്ട് ഫുഡ്. മക്കൾക്ക് മാക്ഡൊണാൾഡ് എന്താണെന്നറിയാം. ലോകത്തെ എല്ലായിടത്തും തങ്ങളുടെ വിൻഡോ ഉള്ള ഒരു വലിയ ഭക്ഷ്യ ശൃംഖലയുടെ പേരാണ് അല്ലെങ്കിൽ വലിയൊരു റെസ്റ്റോറൻറ്റ് ഉടമയുടെ പേരാണ് ഈ മാക്ഡൊണാൾഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ പേരാണ്. എല്ലായിടത്തും ഉണ്ട് ഇവർക്ക് ഇവരുടേതായ ഇടങ്ങൾ. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കണം: മാക്ഡൊണാൾഡ് ഈസ് നോട്ട് ഫുഡ്. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ലോകത്തെവിടെ നിന്നും ഒരു മാക്ഡൊണാൾഡിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ അതിന് ഒരേ ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് ലോക്ക്ഡാണെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആ ടേസ്റ്റ് ലോക്കില്ല. ഇന്ന് രാവിലെ നിങ്ങൾ കഴിച്ച പ്രാതൽ, അത് ഇഡലിയോ ദോശ എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ വീട്ടിൽ കഴിക്കുന്ന ഇഡലി പോലെയല്ല. ഉച്ചത്തെ ചോറിൻ്റെ വേവ് പോലും രണ്ടാണ്. ഓരോ വീട്ടിലും ഓരോ വേവാണ്. ഓരോ വേവിലും ഓരോ പുതിയ വേവാണ്. അപ്പോൾ ഇങ്ങനെ വളരെ പർട്ടിക്കുലറായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഒന്നിൻ്റെ പേരാണ് ഫുഡെന്ന് പറയുന്നത്. പക്ഷെ മാക്ഡൊണാൾഡ് പറയുന്നു ഈ ഫുഡ് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്, ഒരേപോലെ തന്നെ വ്യാപരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ
സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്. മാക്ഡൊണാൾഡ് ഈസ് നോട്ട് ഫുഡ്. അത് അങ്ങനെയെങ്കിൽ പോൺ ഈസ് നോട്ട് സെക്സ്. കാരണം പോൺ പറയാനായിട്ട് ശ്രമിക്കുന്ന എന്താണ്? ജനറിക്കായിട്ടുള്ള ചില സെക്സ്വലായ സങ്കല്പങ്ങളാണ്. ശരീരത്തിന് മാത്രം പ്രവേശനമുള്ള, അതിനകത്ത് ഒരാന്തരികയും സന്നിവേശിക്കപ്പെടാത്ത, സ്നേഹത്തിൽ നിന്ന് സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഈ പോൺ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ പ്രതിസന്ധികളുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അജ്ഞതയായിരുന്നു. ഒന്നും കൃത്യമായിട്ട് കണ്ടെത്താനോ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ആരും നമ്മളെ സഹായിച്ചിട്ടില്ല. ഞാൻ കേട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രമായ ഒരു സെക്സ് സ്റ്റോറി ഇതാണ്. പഴയൊരു ഗൾഫ് പശ്ചാത്തലമാണ്. ഒരു വീട്ടിലെ ഏറ്റവും മുതിർന്ന ഒരാൾ ഗൾഫിൽ പോകുന്നു. അയാൾ കുറച്ചൊക്കെ സെറ്റിലായി കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ അവധിക്ക്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ പിരിഞ്ഞു പോകുമ്പോൾ അയാൾ അവൾക്ക് കൊടുത്ത വാക്കിങ്ങനെയാണ്: ലോകത്ത് എവിടെയായിരിക്കുമ്പോഴും ഞാൻ എൻ്റെ ഇടതുകരം നിനക്ക് വേണ്ടി വിരിച്ചു പിടിച്ചിട്ടുണ്ടാവും. അത് നിനക്ക് കിടക്കാൻ വേണ്ടിയാണ്. വർക്ക് സൈറ്റിൽ കിടന്നുറങ്ങുമ്പോഴും ഡോമട്രി കിടന്നുറങ്ങുമ്പോഴും പിന്നീട് സ്വന്തമായിട്ടൊരു സെല്ലുണ്ടാകുമ്പോഴുമൊക്കെ ആൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം ഇത് മാത്രമായിരുന്നു: ഈ ഇടതുകരം ഇങ്ങനെ വിരിച്ചു പിടിക്കുക. അത് അവൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു 3 വർഷം കൂടുമ്പോൾ ഉള്ള അവധി, പിന്നെ 2 വർഷം കൂടുമ്പോൾ അവധി, ഇങ്ങനെ കാലം കുറേ മുമ്പോട്ട് പോകുന്നു. 10-60 വയസ്സായ ഈ മനുഷ്യൻ ജോലി നിർത്തി വരുന്നു. പക്ഷെ ഒരു ശീലം കണക്ക് അയാൾ ഉറങ്ങുമ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം ഇതാണ്: ഈ ഇടതുകരം ഇങ്ങനെ വിരിച്ചു പിടിച്ച് കിടക്കുക. അയാൾക്കിങ്ങനെ മാരകമായൊരു രോഗമുണ്ടായി. ആ രോഗക്കിടക്കയിൽ ജനതകത്ത് പോയി കാണുമ്പോഴും ഒരു സെക്കൻഡ് നേച്ചർ കണക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരൊറ്റ കാര്യം ഇതാണ്: കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ച് കിടന്നുറങ്ങുക. അങ്ങനെയൊക്കെ തന്നെയാണ് അദ്ദേഹം കടന്നു പോയതും. ആൻഡ് ദിസ് ഈസ് സെക്സ്. എവിടെയായിരിക്കുമ്പോഴും എൻ്റെ സ്നേഹത്തിൻ്റെ കാന്തിക വലയത്തിൽ താങ്കൾ കിടമുണ്ടെന്നുള്ള ധൈര്യത്തിൻ്റെ പേരാ സെക്സ്. ഇത്തരം കുലീനമായ ഭാവനകളാണ് ഈ അജ്ഞതയിലൊക്കെ വല്ലാതെ അച്ചുടക്കപ്പെടുന്നത്. ഇപ്പം എന്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അജ്ഞതയായിരുന്നു. ഒന്നും ഖനനം ചെയ്യാനായിട്ട് ആരും നമ്മളെ സഹായിച്ചിട്ടില്ല. നമ്മളാവട്ടെ അതിന് കാര്യമായിട്ട് ശ്രമിച്ചിട്ടുമില്ല. ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന വലിയൊരു അപരാധം എന്ന് പറയുന്ന പരിഹാസമായിരുന്നു, ബോഡി ഷേമിങ്. ഇപ്പം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ അതില്ലാത്തത്? ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന പല പദങ്ങളും ഈ 19 വയസ്സൊക്കെ ഉള്ള ഞങ്ങൾ ഒരു കടന്നു പോകുമ്പോൾ, 80 70 വയസ്സിന് ശേഷം കടന്നു പോകുമ്പോൾ ഈ മലയാള ഭാഷ ഇന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും. നിങ്ങളാ വാക്ക് ഉപയോഗിക്കുന്നില്ല. എൻ്റെ കൂടെ ആശ്രമത്തിൽ ചേർന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾ ആ സമയത്തിങ്ങനെ ഈ ഒരു നല്ലൊരു നൃത്തത്തിലൊക്കെ വൈദഗ്ധ്യമുള്ള ഒരാളായിരുന്നു. സ്കൂളിലൊക്കെ ഇങ്ങനെ കലാതിലകം അങ്ങനെയൊക്കെ ആയിരുന്ന ഒരാളാണ്. പക്ഷേ ഈ മനുഷ്യൻ്റെ സ്ത്രൈണ പ്രത്യേകതകൾ കൊണ്ട് ജീവിതകാലം മുഴുവൻ ഇയാൾ അപഹസിക്കപ്പെട്ടു. അയാളുടെ നടപ്പിനെ മനുഷ്യൻ അനുകരിക്കുന്നു, അയാളുടെ സംഭാഷണത്തെ അനുകരിക്കുന്നു, അയാൾ മാറി നിൽക്കുന്ന രീതിയെ ഇങ്ങനെ മിമിക്രി കാട്ടുന്നു. ഞാനീ പറഞ്ഞ ജോസഫ് സക്കറിയ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ ഇല്ല. അയാളൊരു 10-35 വയസ്സായപ്പോൾ ആത്മഹത്യ ചെയ്തു. എന്തായിരുന്നു അയാളുടെ ആത്മഹത്യയുടെ ട്രിഗർ പോയിൻ്റ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ടേ അയാൾ കടന്നു പോയിരിക്കുന്ന അപമാനം അതിൻ്റെ ബാക്ക്ഡ്രോപ്പിലുണ്ട്. പക്ഷെ നിങ്ങൾ മനുഷ്യൻ്റെ ശരീര പ്രത്യേകതകളുടെ പേരിൽ ആരെയും അപമാനിക്കാറില്ല. എന്താ കാര്യം? നിങ്ങളുടെ കാലത്തിന് ഒരു പുതിയ അറിവുണ്ട്, ഞങ്ങളുടെ കാലത്തിനില്ലാത്ത പോയ അറിവ്. ഞങ്ങളുടെ കാലത്ത് 2 തരം മനുഷ്യരുണ്ടായിരുന്നുള്ളൂ. ഒരു ഫോം പൂരിപ്പിക്കുമ്പോഴും 2 കോളമേ ഉള്ളൂ, മെയിൽ ഓർ ഫീമെയിൽ. പിന്നെ എങ്ങനെയൊക്കെ ഞങ്ങൾ മടങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പേ മറ്റൊരു കോളം കൂടി വന്നു, ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ, 3ാം കരയിൽപ്പെട്ടു പോയ മനുഷ്യര്. അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പൂർണ്ണമായിട്ടൊരാണ്, പൂർണ്ണമായിട്ടൊരു സ്ത്രീ എന്നൊക്കെയുള്ള സങ്കല്പങ്ങളിൽ ജീവിച്ചിരുന്ന ഞങ്ങൾക്ക് ഇതിൻ്റെ 2-നിടയിൽ പെട്ടുപോയ മനുഷ്യരെക്കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. മക്കൾക്കാവട്ടെ ആ പട്ടിക നീളുകയാണ്. LGQ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പട്ടിക നീണ്ടിട്ട് നിങ്ങൾ സൈഡിലായിട്ടൊരു പ്ലസ് കൂടി എഴുതും. എന്താ അതിൻ്റെ അർത്ഥം? നാളെ വേറൊരു ഫിസിക്കൽ ഓറിയൻറ്റേഷൻ കൂടി പരിഗണനയിൽ വരേണ്ടതുണ്ട്.
അപ്പോൾ ഒരു അറിവുണ്ടാക്കുന്ന വ്യത്യാസം ഇത്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ഒരു നിരീക്ഷണമുണ്ട്. ഈ മക്കളുടെ ഏജിലുള്ള അവർ ആരെയും ഇങ്ങനെ പരിഹസിക്കാറില്ല. ഒരു കുട്ടിക്കൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പോളിയോ പിടിപെട്ടൊരു കുട്ടിയെ എടുക്കുക, അല്ലെങ്കിൽ വീൽ ചെയറിലായിപ്പോൾ ഒരു കുട്ടിയെ എടുക്കുക. നമ്മൾ പോകുന്ന സ്കൂളുകളിലും കോളേജിലൊക്കെ കണ്ടിട്ടുണ്ട്, അവനെ എന്തുമാത്രം കെയർ ചെയ്യാമെന്നുള്ളതിൻ്റെ പേരിൽ ഇവൻ്റെ സഹപാഠികൾ ഇങ്ങനെ മത്സരത്തിലാണ്. ഒരു ചെറിയ ഇടവേളയൊക്കെ വരുമ്പോൾ അവൻ ആര് വാഷ്റൂമിൽ കൊണ്ടുപോകുന്നതിൻ്റെ പേരിൽ അവരിങ്ങനെ തർക്കമാണ്. ചുരുക്കത്തിൽ അജ്ഞതയ്ക്ക് കുറേ അധികം കപ്പം കൊടുത്തൊരു തലമുറയായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ ഈ അജ്ഞത കൊണ്ട് സംഭവിക്കുന്ന കുറേ അപരാധമുണ്ട്. ഇന്ന് ഇൻ്റലിജൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം എന്താണ്? പണ്ട് ഞങ്ങൾക്കൊരൊറ്റ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നുള്ളൂ. എന്താണത്? പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക്. ഇപ്പം നിങ്ങൾ വെറുതെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിലൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ഇൻ്റലിജൻസ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ 7 ലെവൽസ് ഓഫ് ഇൻ്റലിജൻസിനെ കുറിച്ച് പറയും, ചിലപ്പോൾ 9 ലെവൽസ് ഓഫ് ഇൻ്റലിജൻസ് പറയും. അതിനകത്ത് ആദ്യത്തെ ഇൻ്റലിജൻസ് ആയിട്ട് കിടക്കുന്നത് എന്താണെന്നറിയാമോ? ഇമോഷണൽ ഇൻ്റലിജൻസാണ്, വൈകാരിക ബുദ്ധിയാണ്. പരീക്ഷയുടെ മാർക്ക് മാത്രം പരിഗണിച്ചിരുന്ന കാലത്തിൽ അത്തരം വൈകാരിക ബുദ്ധിയുള്ള മനുഷ്യരെ പോഴന്മാരായിട്ട് ഞങ്ങളുടെ കാലം കരുതി. ഏറ്റവും വലിയ ജ്ഞാനം ഈ സ്നേഹത്തിൻ്റെ ഒരു സ്പാർക്കിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമാണെന്നൊക്കെ ഞങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പം എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫാക്കൽറ്റിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വളരെ ഏറെ ബിരുദങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. വളരെയേറെ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ്. അത് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ബോബി, എനിക്ക് ഇത്തിരിയെങ്കിലും ബുദ്ധിയുണ്ടെന്ന് എനിക്ക് പിടുത്തം കിട്ടിയ ദിവസം എന്നാണെന്നറിയാവോ? ഞാൻ പറഞ്ഞില്ല, അറിയില്ല. എനിക്കൊരു കുട്ടിയുണ്ട്, നിനക്കറിയാവുന്നത് പോലെ. ആ കുട്ടിക്ക് അവൻ്റെ ആവശ്യങ്ങൾ പറയാനായിട്ട് പറ്റത്തില്ല. അവൻ വെറുതെ ഇങ്ങനെ കിടക്കയിൽ കിടക്കുകയാണ്. അപ്പം അവൻ്റെ ആവശ്യങ്ങൾ പറയുന്നത് ഓരോ രീതിയിലുള്ള കരച്ചിലുകൊണ്ടാണ്. പെട്ടെന്നൊരു ദിവസം ഒരു പ്രത്യേകതരം കരച്ചിലിന് അവനെ ടോയ്ലറ്റിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആവശ്യമാണെന്ന് എനിക്ക് പിടുത്തം കിട്ടിയ ദിവസമായിരുന്നു എൻ്റെ ഒരു ഇൻ്റലിജൻസ് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത്. പല രീതിയിൽ കരയുന്ന, ഒന്നും വെളിപ്പെടുത്താനായിട്ട് പറ്റാത്ത ഒരു കുട്ടിയുടെ ഒരു പ്രത്യേക കരച്ചിൽ അവനെ വാഷ്റൂമിൽ കൊണ്ടുപോകാൻ നേരമായെന്ന് പിടുത്തം കിട്ടുന്ന സംഭവത്തിൻ്റെ പേരാണ് ഈ പറഞ്ഞ ഇമോഷണൽ ഇൻ്റലിജൻസ്. കൂടെ പാർക്കുന്നവർക്ക് വിഷമം വരുന്നു, കൂടെ പാർക്കുന്നവർ അപമാനിതരാകുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എതിരിയിരിക്കുന്ന ആളുടെ മുഖത്തെ പ്രകാശം കെട്ടുപോയി, മടങ്ങിപ്പോകുമ്പോൾ അയാൾ കൂനിപ്പിടിച്ചു പോകുന്നു. ഇതൊക്കെ പിടുത്തം കിട്ടുന്നൊരു ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പം അതിനു വേണ്ടിയാണ് മക്കൾ പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ കുറേ കൂടി അറിവിന് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാ തരത്തിലുള്ള അറിവ്, വിശേഷം വൈകാരികമായ ഒരു ഇൻ്റലിജൻസിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതിൻ്റെ പ്രകാശത്തിലായിരിക്കുക. രണ്ടാമതായിട്ട് ഈ നാണയം നഷ്ടമാകുന്നത് എങ്ങനെയാണ്? നാണയം നഷ്ടമാകുന്ന അശ്രദ്ധ കൊണ്ടാണ്. സൂക്ഷിക്കേണ്ട നാണയമായിരുന്നു. യഹൂദ സ്ത്രീകൾ അവരുടെ കല്യാണവേളയിൽ ഇങ്ങനെ 10 നാണയങ്ങളിങ്ങനെ കോർത്ത് ഒരു ശിരോഭരണം അണിയുന്ന രീതിയുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു മെമ്മറിയാണ്. ഇങ്ങനെ കല്യാണമോതിരം കണക്ക്, താലി കണക്കൊക്കെ ഇവർ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു മെമ്മറി ആയിട്ടാണ് ഈ 10 നാണയങ്ങൾ. അതിനകത്ത് നിന്നാണ് ഒന്നിങ്ങനെ അടർന്നു പോയത്. രണ്ടാമത്തെ ഒരു നഷ്ടത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് അശ്രദ്ധയാണ്. കുറെ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതല്ലേ? മധ്യവയസ്കർക്ക് ഇടയിലും ഈ മുതിർന്നവർക്ക് ഇടയിലുമൊക്കെ ഉള്ള ഒരു ദാമ്പത്യേതര സൗഹൃദങ്ങളെക്കുറിച്ചൊക്കെ മക്കൾ കോൺഷ്യസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരം ചില കാര്യങ്ങളൊക്കെ അറിയുമ്പോഴും കേൾക്കുമ്പോഴും പലപ്പോഴും നമ്മളതിനെ ചിത്രീകരിക്കുന്നത് ഇങ്ങനെ ശരീരത്തിൻ്റെ ചില മമതകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണ്? ഇങ്ങനെ തീരെ അവഗണിക്കപ്പെട്ടു പോയൊരു നാണയം, വീടിനകത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു നാണയം, ഒരു മൂല്യവും കിട്ടിയിട്ടില്ല, അതിങ്ങനെ പൊടി പുരണ്ട് കിടക്കുകയാണ്. പെട്ടെന്ന് ആരോ ഒരാൾ ഇതിന് മൂല്യമുണ്ടെന്ന് പറയുന്നു. അത് നുണയാണെന്നും അതിനകത്ത് കാര്യമായി സിൻസിയറിറ്റി ഇല്ലെന്നും ഒക്കെ ഇതിലേർപ്പെടുന്ന മനുഷ്യർക്കറിയാം. പക്ഷെ അത്രയും സ്നേഹക്കുറവുള്ളത് കൊണ്ട് ഇങ്ങനെ സ്നേഹം തന്നെ വേണമെന്നില്ല, സ്നേഹം കണക്ക് തോന്നിക്കുന്ന കാര്യങ്ങളായാലും മതി മനുഷ്യർക്ക്. ഞാൻ വിചാരിക്കുന്നു എല്ലാ ഈ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന പാളിച്ചകളുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വീടിനകത്തെ ഒരു നാണയത്തിന് കിട്ടിയ അവഗണനയാണ്. അതിനാരും ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ നിന്നിട്ട് എല്ലായിടത്തും പ്രശ്നമുണ്ട്.
മനുഷ്യർ ഏറ്റവും കൂടുതൽ നഷ്ടമാകുന്ന നിരത്തിലല്ല, വീടിനകത്താണ്. നമ്മളത് അറിഞ്ഞിട്ടേ ഇല്ല. എല്ലാവരും എവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. പക്ഷെ എല്ലാവരും അവിടെയൊക്കെ തന്നെ ഉണ്ടാവുമോ? ഒരു ദിവസം ഇങ്ങനെ വാഷിംഗ് മെഷീനിലോട്ടിടാനായിട്ട് മകൻ്റെ ജീൻസ് ഇങ്ങനെ കുടയുമ്പോൾ അതിനകത്ത് വരുന്ന ഈ വെളുത്ത പൊടിയൊക്കെ അമ്മ നടുക്കത്തോട് മനസ്സിലാക്കുന്നു. പക്ഷെ അതിന് മുമ്പ് അവനെന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെയേറെ ശ്രദ്ധ ആവശ്യമുള്ള ഇടത്തിൻ്റെ പേരാണ് വീടെന്ന് പറയുന്നത്. അപ്പോൾ കുറേ നഷ്ടങ്ങളുടെ കാരണം ഇങ്ങനെ അശ്രദ്ധയായിരുന്നു. ഒന്നിനും കാര്യമായിട്ടുള്ള ഏകാഗ്രത കൊടുത്തിട്ടില്ല. ഒരു ഫോക്കസ് ഇല്ലായിരുന്നു വീടിനകത്ത്. ഈ ഫോക്കസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ എത്തിമോളി നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്ന വാക്ക് ഫയർ പ്ലേസ് എന്നാണ്. റോമൻ വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ അവർ അതിനകത്ത് ഏറ്റവും നടുക്കായിട്ട് വെച്ചുകൊണ്ടിരുന്ന സംഭവമാണ് ഈ ഫയർ പ്ലേസ് എന്ന് പറയുന്നത്. ഈ ഫയർ പ്ലേസിൻ്റെ ചുറ്റുമാണ് ഇങ്ങനെ മനുഷ്യർ വന്ന് കൂടിയിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ആ നെരിപ്പോടുകളൊക്കെ അണഞ്ഞുപോയി. എല്ലാവരും ഇങ്ങനെ ഡൈവേർട്ടഡായി. എല്ലാവരും ശ്രദ്ധിക്കുന്നത് അവരെ കൈവശം ഇരിക്കുന്നൊരു ഫോണാണ്. ഞാൻ മക്കളൊന്ന് ചലഞ്ച് ചെയ്യുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോൺ ഒരു ദിവസം ഒരു 2 മണിക്കൂർ ഓഫ് ചെയ്തിടാവോ? വെറുതെ 2 മണിക്കൂർ. വെറുതെ കാര്യങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് കഥയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ബേബി സ്റ്റെപ്പ് നമ്മൾ ആരംഭിക്കണം. ഒരു 8 മണി തൊട്ട് ഈ 10 മണി വരെയൊക്കെ ഞാൻ വിചാരിക്കുന്ന ആ സമയമൊക്കെ അത്താഴമോ കുടുംബ പ്രാർത്ഥനയൊക്കെ നേരമാണ്. പിന്നെ ഇത്തിരി നേരമൊക്കെ ഒരുമിച്ചിട്ട് സംസാരിക്കുന്ന നേരമാണ്. നമ്മുടെ ഈ അശ്രദ്ധയ്ക്കിടയിലൂടെ എന്തുമാത്രം പ്രഷ്യസായ നാണയങ്ങളാണ് ഈ വിരലിനിടയിൽ കൂടി ഉരുണ്ടു പോകുന്നത്. അപ്പോൾ 2താണ്. മൂന്നാമതായിട്ട് അഹന്ത. മകൻ ഇറങ്ങിപ്പോകുന്നു. മകൻ അപ്പൻ്റെ സ്വത്ത് അവകാശപ്പെട്ടത് തന്നെയാണ്. എപ്പോഴാണ്? അപ്പൻ്റെ മരണത്തിന് ശേഷം. എല്ലാ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന അപ്പനോട് മകൻ സ്വത്ത് ചോദിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ ഇയാൾ ഓൾറെഡി മരിച്ചിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണ് മകൻ തിരിച്ചു വരുമ്പോൾ അപ്പം പറയുന്നൊരു വാക്കുണ്ട്, മരിച്ചവൻ തിരിച്ചു വന്നു. വിറ്റ് മീൻസ് യു ആർ കാലസ്, യു ആർ ഡെഡ്, യു ആർ ഇൻസെൻസിറ്റീവ്. ഇപ്പം 3 ഈ അഹന്ത കൊണ്ട് ഇറങ്ങിപ്പോയ മകൻ. അപ്പോൾ മടങ്ങി വരാനായിട്ടുള്ള വഴികളാണ് നമ്മൾ വളരെ വേഗത്തിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഇത്രയും നേരമോ ദീർഘമായ സംഭാഷണങ്ങളൊന്നും ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നതുകൊണ്ട് എനിക്ക് നൽകിയിട്ടുള്ളൊരു സമയത്തേക്കാൾ ഇത്തിരി നേരത്തെ തന്നെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞൊന്ന് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ മക്കളെ ഒന്നും ഈ ചെറിയ കുട്ടികളായിട്ട് എടുക്കുന്നില്ല. വലിയ പ്രകാശമുള്ള, പക്വതയുള്ള, വൈകാരിക ബുദ്ധിയുള്ള മക്കളായിട്ട് തന്നെ എടുക്കുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രായം എത്രയായിരുന്നു? നമ്മൾ കണ്ടിട്ടുള്ള ക്ലാസിക്കൽ ക്രിസ്ത്യൻ പെയിൻറ്റിങ്സിലൊക്കെ അവർക്ക് വളരെയേറെ പ്രായം കൽപ്പിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ വീണ്ടും നിങ്ങൾ ആ ഫോണൊന്ന് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പിടുത്തം കിട്ടും. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രായം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ 15 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെ. ഏറ്റവും ചെറിയ ആൾക്ക് ഒരു 15 വയസ്സുണ്ടായിരുന്നു. അയാൾ യോഹന്നാനാണെന്ന് പൊതുവെ കരുതപ്പെടുന്നത്. ഏറ്റവും പ്രായമുള്ള ആൾക്ക് 24 വയസ്സുണ്ടായിരുന്നു. 15-നും 24 വയസ്സിനും ഇടയിലുള്ള ചില ചെറുപ്പക്കാർ നടത്തിയ സ്നേഹഭാവനയുടെ പേരാണ് സുവിശേഷം. ലോകത്തിൻ്റെ അതിരുകളോളം അവർ ആ സ്നേഹഭാവനയെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് മക്കളുടെ പ്രായമെന്നൊക്കെ പറയുന്നത് അങ്ങനെ ചെറിയ പ്രായമല്ല. ചെറുപ്പക്കാരുടെ സ്നേഹഭാവനയുടെ പേരാ സുവിശേഷം. അതുകൊണ്ട് തന്നെയാണ് കാര്യമായ കഥകളൊന്നുമില്ലാതെ ഞാൻ നിങ്ങളെ വെറുതെ ഒന്ന് ചലഞ്ച് ചെയ്തിട്ട് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത്. യൗവനത്തിൽ സംഭവിക്കുന്ന, യൗവനത്തിൽ മാത്രമല്ല ഏത് കാലത്തിൽ സംഭവിക്കുന്ന എല്ലാ അപരാധങ്ങളെയും 3 തട്ടിലായിട്ടിങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. 1 അജ്ഞത, 2 അശ്രദ്ധ, 3 അഹന്ത. ആട്ടെ, പുറത്ത് കിടക്കണ്ടേ? പുറത്ത് കിടക്കണം. എങ്ങനെയാണ്? അജ്ഞതയെ ജ്ഞാനം കൊണ്ടും, അശ്രദ്ധയെ ധ്യാനം കൊണ്ടും, അഹന്തയെ വിനയം കൊണ്ടും അഭിമുഖീകരിക്കുക. ഓരോരുത്തർക്കും അവരുടേതായ വഴികളുണ്ടാവും. അതുകൊണ്ട് ആ 3 പദങ്ങൾ വെറുതെ ഒരു മെഡിറ്റേഷൻ വെച്ചാൽ നല്ലതാണ്. 1 ജ്ഞാനം, 2 ധ്യാനം, 3 വിനയം. ഇതല്ലാതെ നമ്മളിപ്പോൾ പെട്ടിരിക്കുന്ന ഇരുട്ടിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഒരു വഴിയുമില്ല. അങ്ങനെ ഓരോ അറിവും അതിന് കിട്ടുന്ന എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുക.
പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ജ്ഞാനിയെന്ന് നമ്മൾ കരുതുന്ന മനുഷ്യൻ്റെ പേര് സോളമനാണ്. സോളമനെക്കുറിച്ച് വേദപുസ്തകം എന്താ പറയുന്നത്? സോളമന് ദൈവം കടൽത്തീരം കണക്കൊരു മനസ്സ് കൊടുത്തു. അപ്പം ജ്ഞാനത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ പറയുന്ന പുതിയൊരു മൂല്യം, ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന സംഭവം ആരംഭിക്കുന്നത്. മനുഷ്യൻ വിഭജിക്കപ്പെടുന്നതും മനുഷ്യർ സെഗ്മെൻറ്റുകളായിട്ട് ചിന്തിക്കുന്നതും മനുഷ്യർ അവരുടെ അതിർത്തികൾ ചുരുക്കുന്നതുമൊക്കെ ഈ അറിവില്ലായ്മ ഉണ്ടാകും. അപ്പം ജ്ഞാനം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് നിങ്ങളൊരു ഇൻക്ലൂസീവ് പേഴ്സണായിട്ട് മാറും. ഇപ്പോൾ പോലും നമുക്കത് പിടുത്തം കിട്ടുന്നില്ല. ഞാൻ നമ്മുടെ ട്രഡീഷണൽ ചർച്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തിരി കലഹിക്കാൻ ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദം പോലും എന്തൊരു ഇൻക്ലൂസീവ് അല്ലാത്ത വാക്കാണ്. ഉദാഹരണത്തിനായിട്ട് എല്ലാ പ്രഭാഷണങ്ങളിലും നമ്മളിങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നുണ്ടാവും, പുരാതന ക്രിസ്ത്യൻ സമൂഹം. കേൾക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായൊരു വാക്കാണ്. പക്ഷെ ആ ഒരൊറ്റ വാക്കോടുകൂടി ഈ പുരാതനമല്ലാത്ത ഒരു ക്രിസ്ത്യാനിറ്റി ഇവിടെ ഉണ്ടെന്നല്ലേ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല? അങ്ങനെയാണ് മാർഗവാസികളെന്ന് പറഞ്ഞത് ഒരു ഭംഗിയില്ലാത്ത പദമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അതേസമയം മാർഗം കളി വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കരുതുകയും ചെയ്യുന്നു. എന്തൊരു ദളിത് വിരുദ്ധത ഉണ്ടായിരുന്നൊരു സമൂഹമാണ് നമ്മുടേത്. ഈ നാട്ടിലെ വലിയൊരു സുവിശേഷ പ്രഘോഷം ഉണ്ടായിരുന്നു. അയാളിങ്ങനെ കാലിച്ചന്തയൊക്കെ കേന്ദ്രമാക്കിയിട്ടാണ് ഇങ്ങനെ തൻ്റെ പ്രഭാഷണങ്ങൾ ആരംഭിച്ചത്. തിരുവല്ലക്കടുത്ത് അങ്ങനെ കാലിച്ചന്തയുണ്ട്. ഒരു ദിവസം ആ കാലിച്ചന്തയിലോട്ട് ചെന്നിട്ട് വളരെ ഉറക്കമുള്ള ശബ്ദമായി മനുഷ്യന്, വളരെ ആരോഗ്യമുള്ളൊരു മനുഷ്യനാണ്. അയാൾ ഉറക്കെ വിളിച്ച് പറഞ്ഞു, എൻ്റെ കൈവശം ഒരു കാളയുണ്ട്. ആ കാളയെ 4 ചരട് കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ആ 4 ചരടുകളുടെ പേരിങ്ങനെയൊക്കെയാണ്: മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. ഈ 4 ചരടിൽ കെട്ടപ്പെട്ട ആ കൂറ്റൻ കാളയെ നമുക്ക് മോചിപ്പിക്കേണ്ട. ആ കൂറ്റൻ കാളയുടെ പേര് യേശു തിരുമേനി എന്നാണ്. ഇങ്ങനെ ഈ മനുഷ്യൻ പ്രഭാഷണം ആരംഭിക്കുന്നത് വളരെ നാടകീയമായിട്ടൊക്കെ. അത്രയും കത്തി നിന്നിരുന്ന ഒരു പ്രഘോഷകനാണ്. ഒടുവിൽ എന്ത് സംഭവിച്ചു? താൻ കുറെ കൂടി ഭേദപ്പെട്ടതെന്ന് കരുതിയ ജാതി വ്യവസ്ഥകളില്ലാത്തൊരു സമൂഹമാണിതെന്ന് തെറ്റിദ്ധരിച്ച ഇടത്തിൽ താൻ വന്ന ഇടത്തേക്കാൾ കൂടുതൽ ക്ലേശം ഉണ്ടായതിൻ്റെ പേരിൽ ഒടുവിൽ താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ബൈബിള് അതിനടുത്തുള്ളൊരു പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുപോയി ഒരു ഞായറാഴ്ച കത്തിച്ച് ഇദ്ദേഹം ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ചു. ആ മനുഷ്യനാണ് പിന്നീട് കുമാരഗുരുവായിട്ട് മാറുന്നത്. പുലയനൊരു പള്ളി, മരക്കാനൊരു പള്ളി എന്നൊക്കെ പറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളൊക്കെ നിങ്ങളൊന്ന് യൂട്യൂബിനൊക്കെ എടുത്ത് കേട്ടാൽ നല്ലതായിരിക്കും. നമുക്കിനി ചങ്കുവേദന വരും. ഈ അറിവില്ലായ്മയിൽ സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പരിചയം കൊണ്ട് ശീലം കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പദം പോലും അഗ്രസീവാണ്, സെഗ്മെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ കാലത്തിൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ്നെസ്സാണ്. എന്തുമാത്രം ജെൻഡർ ബുദ്ധിമുട്ടുണ്ടായ ഒരു സമൂഹം നമ്മുടേത്. ഇപ്പോഴും നമ്മൾ പറയുന്നു ആ പെൺകുട്ടികൾക്ക് നമ്മൾ പരിഗണന കൊടുക്കുന്നാണ് പറയുന്നത്. പെൺകുട്ടികൾക്ക് പരിഗണന കൊടുക്കാനായിട്ട് നിങ്ങൾ ആരാ ഏൽപ്പിച്ചത്? ഏറ്റവും സൗമ്യനായ ഏറ്റവും നന്മ നിറഞ്ഞൊരു പുരുഷൻ പോലും പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ഇയാളാരാണാവോ സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട്? അത് നമ്മുടെ തലയിൽ വരത്തില്ല. കാരണം നമ്മുടെ ഈ ഒരു ഘടനയ്ക്കകത്ത് അത്രയും പാട്രിയാർക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ധാരയുണ്ട്. ഈ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല. അതിനിപ്പോൾ എന്താ കുഴപ്പം? അയാളല്ലേ കൊടുക്കേണ്ടത്? ഭയങ്കരമായ ശുദ്ധീകരണം ആവശ്യമുള്ള ഒത്തിരി തലങ്ങളുണ്ട്. അതിനൊക്കെ ഇങ്ങനെ അറിവല്ലാതെ വേറെ കഥയില്ല. ബാപ്റ്റിസ്റ്റിന് ലോകത്തെല്ലായിടത്തും ഇങ്ങനെ ഓരോ പേരുണ്ടാവും. പക്ഷെ ദൈവാനുഗ്രഹത്താൽ ഈ ദേശത്തുണ്ടായ വാക്ക് കണക്ക് നല്ലൊരു വാക്ക് വേറെ എവിടെയും ഉണ്ടാവില്ല. എന്താണ് ആ വാക്ക്? ജ്ഞാനസ്നാനം. അറിവിൽ സംഭവിക്കുന്ന കുളി. എല്ലാ മാലിന്യങ്ങളും കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടിയിരിക്കുന്ന എല്ലാ അഴുക്കും അതിനകത്ത് അലിഞ്ഞു പോകണം.
ഈ പുതിയ ജ്ഞാനത്തിൽ ചങ്കിൽ കൈവച്ചുകൊണ്ട് നിലവിളിയോട് ഓർത്തോളം എന്തൊരു ദളിത് വിരുദ്ധതയുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. മലയാള സമൂഹം ഉൾപ്പെടെ ഇതിനകത്ത് മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. നമ്മൾ പറയുന്നു വടക്കേന്ത്യയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. പക്ഷെ അവർ നമ്മളൊക്കെ ഭേദപ്പെട്ടതാണ്. എന്താ കാര്യം? അവിടെ തൊട്ടാൽ മാത്രമേ ഈ അശുദ്ധി ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇവിടെ കണ്ടാൽ അശുദ്ധിയായിരുന്നു. ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരാളെ കണ്ടതിൻ്റെ പേരിൽ മറ്റയാൾക്ക് അശുദ്ധി വരികയും? അതുകൊണ്ട് നമ്മൾ ഈ ഹുങ്ക് പറയുന്ന എല്ലാ പുരാതന സങ്കല്പങ്ങളും തച്ചുടക്കപ്പെടേണ്ട വൈകിയ നേരമാണ്. പറഞ്ഞ പക്ഷെ മക്കളായിട്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് എങ്കിലും ചെയ്യരുത്. ഈ പറഞ്ഞ പാരമ്പര്യ ഹുങ്കിൽ ഒരു പുതിയ കുളിയുടെ കാലമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞോളുക. വെറുതെ രാവിലെയൊക്കെ ഇരുന്നൊന്ന് കണ്ണുപൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വാക്ക് മാത്രം ഒന്ന് ഓർമ്മിച്ചാൽ നല്ലതാണ്. എനിക്കൊരു ജ്ഞാനസ്നാനം ആവശ്യമുണ്ട്. യേശു ഇടക്കിടക്ക് പറയുന്ന വാക്കായിരുന്നത്, എനിക്കൊരു ജ്ഞാനസ്നാനം ആവശ്യമുണ്ട്. നമ്മളതിനെ മതപരമായൊരു അനുഷ്ഠാനത്തിലോട്ട് അങ്ങ് ചുരുക്കി. ഉടനീളം സംഭവിക്കേണ്ട വാക്കാണ് ഈ ജ്ഞാനസ്നാനം. സദാ കുളിച്ചുകൊണ്ടേയിരിക്കുക. രണ്ടാമതായിട്ട് അശ്രദ്ധയെ ധ്യാനം കൊണ്ടും. ഇത് ധ്യാനം എന്ന് പറയുന്നത് കുറേ കൂടി ഈ നിമിഷത്തിൽ ജീവിക്കാനും കൂടെ ഇരിക്കുന്ന ആൾ ശ്രദ്ധിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണെന്നേ ധ്യാനം. കണ്ടുപൂട്ടി മണിക്കൂറോളം ഇരിക്കുകയോ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതൊക്കെയാണ് ധ്യാനം എന്നാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത്. ഈ നിമിഷം ജീവിക്കുക, ഈ നിമിഷത്തിൻ്റെ ഭംഗിയിലായിരിക്കുക, ഈ നിമിഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക ആണ് ധ്യാനം. അവെയർനെസ്. എൻ്റെ ഒരു ബ്രദർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു എൻ്റെ ഒരു സഹോദരൻ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കടന്നുപോയി. 19 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. വളരെ പ്രകാശമുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ ഇങ്ങനെ കാണാനായിട്ട് പോയി. ഞാനൊരു കൂട്ടുകാരനുണ്ട്. കണ്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുള്ളി പതുക്കെ ഇങ്ങനെ ഞങ്ങൾ കൈ മാട്ടി വിളിച്ചു. എന്നിട്ട് അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ഈ 3-ാമത്തെ നിലയിൽ ഒരു ക്യാൻറ്റീനുണ്ട്, അവിടെ സാമാന്യം നല്ല ഊണ് കിട്ടും, കഴിച്ചിട്ട് പോകണം. ഇത് നമ്മളോട് പറഞ്ഞ് ഉണ്ണാനായിട്ട് ക്യാൻറ്റീൻ ചൂണ്ടിക്കാണിച്ച് തരുന്ന എൻ്റെ ചേട്ടൻ പിന്നെ ജീവിച്ചത് 2.5 ദിവസം കൂടിയാണ്. 24 + 12. ഇതിൻ്റെ പേരാ ധ്യാനം. ഓരോ നിമിഷത്തിലും ആയിരിക്കുക. യേശു മടങ്ങിപ്പോകുമ്പോൾ പറഞ്ഞൊരു വാക്കില്ലേ, എല്ലാം പൂർത്തിയായി. എന്ത് പൂർത്തിയായെന്നാണ് പറയുന്നത്? 33 വയസ്സിങ്ങനെ ജീവിച്ച് തീരാത്ത, കൊതിരാത്തൊരു പ്രായമാണ്. ഒന്നും പൂർത്തിയായിട്ടില്ലെന്ന് മാത്രമല്ല, ഒന്നും ആരംഭിച്ചിട്ട് പോലുമില്ല. ഒന്നും പൂർത്തിയാക്കാത്ത നമ്മൾ സങ്കല്പിച്ചൊരു മനുഷ്യൻ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞതിൻ്റെ പൊരുളെന്തായിരിക്കും? നിമിഷങ്ങൾ മാത്രമാണ് പ്രധാനം. ഒൺലി മൂമെൻറ്റ്സ് ദാറ്റ് മാറ്റർ. ഈ നിമിഷങ്ങളെ ഭംഗിയാക്കുക. അതിന് വിളിക്കുന്ന വാക്കാ ധ്യാനം, അവെയർനെസ്. ഇപ്പോൾ രണ്ടതാണ്. ഇങ്ങനെ കൂടെ പാർക്കുന്നവരിലേക്ക് കുറേ കൂടി ഏകാഗ്രമാവും. ശ്രദ്ധിക്ക്. നേരത്തെ പറഞ്ഞൊക്കെ എന്തുകൊണ്ടാണ് അയാളുടെ കണ്ണ് നിറഞ്ഞത്? എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ അപ്പനിങ്ങനെ കൂനിപ്പിടിച്ചത്? എന്തുകൊണ്ടാണ് ചില മനുഷ്യരെ കാണുമ്പോൾ നിങ്ങളുടെ അമ്മ തലകുനിച്ച് നടക്കുന്നത്? ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതല്ലേ? 3, അഹന്തയെ വിനയം കൊണ്ട് നേരിടുക. മടങ്ങിപ്പോകുമ്പോൾ അവസാനമായിട്ട് പറഞ്ഞ വാക്കുകൾ ഒന്നതായിരുന്നു. എന്താണത്? ഇത് നിങ്ങൾ ചെയ്യുക. എന്ത്? പാദക്ഷാളനം. മേൽക്കച്ച മാറ്റി അരക്കച്ച കെട്ടി ഇങ്ങനെ താലത്തിൽ വെള്ളമെടുത്തിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെയും കാൽപാദം കഴുകി തുടങ്ങി. ഇപ്പോൾ നമ്മൾ പള്ളിയിലേക്കുള്ള ശുശ്രൂഷയിൽ ചെയ്യുന്ന രീതി നമ്മളതിൻ്റെ ഒരു എക്സൈറ്റിക്കലായിട്ട് നോക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. എപ്പോഴും നമ്മൾ കാണുന്ന ഇങ്ങനെ മുമ്പിലിരുന്നുകൊണ്ട് ഇങ്ങനെ കാല് കഴുകി പോകുന്നതായിട്ടാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു ഇരിപ്പ് ആയിരുന്നില്ല അവരുടേത്. യഹൂദരുടെ
ആ ഭക്ഷണ രീതിയിൽ, വിശേഷം പെസഹ ഭക്ഷിക്കുമ്പോഴുള്ള ആ രീതി നിങ്ങൾ വെറുതെ ഒന്ന് പതുക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. റിക്ലൈനിങ് എന്ന് പറഞ്ഞൊരു രീതിയാണ്. എന്ന് വെച്ചെന്നാൽ ഏകദേശം ഇങ്ങനെ കിടന്നാണ് അവർ ഭക്ഷിക്കുന്നത്. അവരനുഭവിച്ച സ്വാതന്ത്ര്യത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ബോഡി ലാംഗ്വേജ് അത്. കിടന്നുകൊണ്ട് ഭക്ഷിക്കുക വലിയ പ്രഭുക്കന്മാർ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത്. അതുകൊണ്ട് ഏത് കൂലിപ്പണിക്കാരനാണെങ്കിലും പെസഹ ദിവസം അങ്ങനെ കിടന്ന് ഭക്ഷിക്കണം, റിക്ലൈൻ. അങ്ങനെയെങ്കിൽ ഈ കാൽപാദം എന്ന് പറയുന്നത് ഇങ്ങനെ പുറകിലാണ്, ആരാ കാല് കഴുകുന്ന പോലും കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ അടിമകളാണ് കാല് കഴുകിക്കൊണ്ടിരുന്നത്. അവർക്ക് പേരില്ല, രൂപമില്ല. അവിടെ നിന്നുകൊണ്ടാണ് ഈ മനുഷ്യൻ കാല് കഴുകുന്നത്. എന്നിട്ട് പറയുന്നു, ഇത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 4 സുവിശേഷങ്ങളിൽ 3 പേരും അത് വിട്ട് കളഞ്ഞു. ജോൺ മാത്രം അത് എഴുതിയിരിക്കുന്നത്. എന്താ കാര്യം? ജോണിൻ്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് ജോൺ എഴുതിയെന്നൊന്നും വിചാരിക്കേണ്ട. സ്കൂൾ ഓഫ് ജോൺ, ഒരു തോട്ട് പാറ്റിൻ്റെ പേരാ ജോൺ. ആ തോട്ട് പാറ്റിൽ പെട്ടവർ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്. AD 100 ആയിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുർബാന എന്ന രീതിയിൽ പിന്നീട് മാറിയ തിരുവത്താഴ ശുശ്രൂഷ, അപ്പോൾ വീഞ്ഞും എടുത്ത് വാഴ്ത്തിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞൊരു കാര്യത്തിനകത്തുനിന്ന് ഇപ്പോൾ ആരംഭത്തിൽ എന്നത് കണക്ക് ഒരു ഊർജം കിട്ടുന്നില്ല. പല തട്ടുള്ള മനുഷ്യർ വന്ന് പങ്കുചേരുന്നത് കൊണ്ട് അതിനകത്തൊരു സമത കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അതിനകത്ത് ഹൃദയം നൊന്ത ഈ സ്കൂൾ ഓഫ് ജോണാണ് തിരുവത്താഴ ശുശ്രൂഷയിൽ താരതമ്യേന അപ്രസക്തമെന്ന് കരുതി ബാക്കിയുള്ളവർ വിട്ടുകളഞ്ഞ ഒരു കാര്യത്തെ ഹൈലൈറ്റ് ചെയ്തത്. അതായിരുന്നു പാദക്ഷാളനം. എന്നിട്ട് ഈ പറഞ്ഞ കുർബാനയുടെ സംസ്ഥാപനത്തിന് കാരണമെന്ന് കരുതിയ ടെക്സ്റ്റ് അവർ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നൊരു വാക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തു. ഇത് നിങ്ങൾ ചെയ്യുക. എന്നുവെച്ചാൽ എന്താണ്? ഇപ്പോൾ പള്ളിയിൽ നടന്ന കുർബാനയ്ക്ക് ഒരു തുടർച്ചയുണ്ട്, ഒരു ഗാർഹിക കുർബാനയുണ്ട്. എന്താണത്? ഈ കൂടെ പാർക്കുന്നവരുടെ കാൽപാദങ്ങളിൽ തൊടുക. കുറച്ചുകൂടി ഒന്ന് കുനിഞ്ഞു നിൽക്കാനായിട്ട് സ്വന്തം ജീവിതത്തെ പഠിപ്പിച്ചെടുക്കുക. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു കുഞ്ഞു പദം, ലോകത്തെ ഏറ്റവും മാജിക്കലായൊരു പദമാണ്. ആ പദമൊക്കെ പറയാനായിട്ട് തയ്യാറായിരുന്നെങ്കിൽ എന്തുമാത്രം വ്യവഹാരങ്ങൾ ഇവിടെ ഒഴിവായേനെ, എന്തുമാത്രം തർക്കങ്ങൾ ഈ നേരത്തിൽ ഒഴിവായേനെ, എന്തുമാത്രം കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും മധ്യേ കിടന്ന് ഈ തണുപ്പ് കാലത്ത് കിടന്നുറങ്ങിയേനെ. എന്താണ് ആ ചെറിയ വാക്ക്? ഐ എം സോറി. കുഞ്ഞു പദം, പക്ഷെ ഇത്രയും മാന്ത്രികമായൊരു പദമില്ല. പക്ഷെ ഈ പദം ഉരുവിടണമെങ്കിൽ നിങ്ങൾ എത്ര കുനിയണം? കുറെ കൂടി ഇങ്ങനെ കുനിയാൻ പഠിക്കുന്നൊരു കാലം ഉണ്ടാവട്ടെ. ഇതെൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നു, ഇപ്പോൾ പള്ളിയിൽ നമ്മൾ കൂടിയ അതേ ശുശ്രൂഷ തന്നെയാണ് ഇപ്പോൾ പള്ളിയിൽ വരാതെ നിൽക്കുന്ന നിങ്ങളുടെ അമ്മമാരുണ്ട്. മിക്കവാറും വീടുകളിൽ ഇതിനകം ഒരു കിടപ്പ് രോഗി ഉണ്ടാവും, നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടാവും. ഒരാളിങ്ങനെ കിടപ്പിലാകുന്ന ആ ദിവസം തൊട്ട് ആ വീടിനകത്തെ ഒരു സ്ത്രീയുടെ ജീവിതവും ഇങ്ങനെ നിശ്ചലമാവുകയാണ്. അവരും പാരലൈസ്ഡ് ആവുകയാണ്. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഇങ്ങനെ അവർ ഞെട്ടി ഉണരുമ്പോൾ കൂടെ ഞെട്ടി ഉണർന്ന് അവരുടെ വസ്ത്രം നനയുമ്പോൾ മാറ്റി പിന്നെ തുടച്ച് കിടത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് ഈ പാദക്ഷാളനം. അതാണ് പുതിയ കുർബാന. അതിൻ്റെ മെരിറ്റ് ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ അമ്മൂമ്മയൊക്കെ കടന്നുപോയി കഴിയുമ്പോൾ വീട്ടുകാരെല്ലാം കൂടിയിരിക്കുമ്പോൾ നിങ്ങളുടെ അപ്പൻ പതുക്കെ പറയുന്നു, അവസാന കാലത്ത് ഗ്രേസി അപ്പനെ നന്നായിട്ട് നോക്കി. ആ ഒറ്റ വാക്കിൽ ചുരുങ്ങുന്നു അവരിൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കഠിനമായ ജീവിതം. ഒറ്റ വാക്കി തീരുന്നതാണോ അത്? കുറേ കൂടി ഇങ്ങനെ വിനയപാഠങ്ങളിൽ ഏർപ്പെടുക, വിനയപാഠങ്ങളിൽ ഏർപ്പെടുന്നവരെ തിരിച്ചറിയുക, ഇതൊക്കെ പ്രധാനപ്പെട്ട. നമുക്കൊരു മെസ്സിൻ്റെ ഒരു രീതിയുണ്ട്. അച്ഛനൊക്കെ അതിനകത്ത് വളരെയേറെ ഇൻവോൾവാണ്, അഞ്ചപ്പം എന്നൊക്കെ പറഞ്ഞ്. അപ്പം അതിനകത്ത് വരുന്ന വോളണ്ടിയേഴ്സ് പറയുന്നൊരു കാര്യം ഇതാണ്, വരുന്നവരെക്കാൾ കൂടുതൽ ഇത് ഞങ്ങൾക്കാണ് ഗുണം ചെയ്യുന്നത്. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആരുടെയൊക്കെ പാത്രങ്ങൾ കഴുകി വെക്കുന്നതിലൂടെ അവരെങ്ങനെ ഇട്ടിട്ട് പോകുന്ന കാര്യങ്ങൾ ടേബിൾ തുടച്ച് മാറ്റുന്നതിലൂടെയൊക്കെ കാലാകാലങ്ങളായിട്ട് ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന ചില കാര്യങ്ങൾക്ക് ലളിതമായ ചില അനുതാപമാണ്. ലളിതമാണ്, എന്നാൽ പോലും അനുതാപത്തുള്ള നേരമായില്ലേ. പറഞ്ഞു വരുന്നത് ഒന്ന് പതുക്കെ ഒന്ന്
ഏകാഗ്രമാകാൻ വേണ്ടി ഒന്ന് ക്രോഡീകരിച്ച് പതുക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്പിരിച്വാലിറ്റി. ഒന്ന് ഇങ്ങനെ അർത്ഥപൂർണമായ യവനം, 2 പ്രസാദമുള്ള സായന്തനം, 3 ശാന്തമായ മരണം. ഇതിൽ ഒടുവിൽ പറഞ്ഞ 2 കാര്യങ്ങളും ഈ സോൾലി ഡിപ്പെൻഡ് ഓൺ ദ ഫസ്റ്റ് വൺ. അർത്ഥപൂർണമായ യവനത്തിന് തുടർച്ച മാത്രമാണെന്ത്? ഈ പ്രസാദമുള്ള വാർദ്ധക്യവും ശാന്തമായ മരണം. ഞങ്ങൾക്കൊക്കെ ഇനിയൊരു ഊഴമില്ല. ഭേദപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്, പക്ഷേ ഇല്ല. പഴയ സെൻ പാരമ്പര്യത്തിനകത്ത് ഒരു ഇത്തിരി വഴിതെറ്റിപ്പോയ ഒരു ചെറുപ്പക്കാരനെ ഉപദേശിക്കാനായിട്ട് ഒരു ബുദ്ധഗുരു വരുന്നുണ്ടാവും. വൃദ്ധനായ മനുഷ്യനാണ്. ഈ ചെറുപ്പക്കാരൻ നല്ല മനുഷ്യൻ തന്നെയാണ്, സ്നേഹമൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ കണക്ക് ഇങ്ങനെ ട്രാക്ക് പതുക്കെ തെറ്റിപ്പോകുന്നുണ്ട്. രാത്രി ഇവർ ഒരുമിച്ച് കിടന്നുറങ്ങി പുലരിയിൽ പിരിയാൻ നേരത്ത് ഈ മനുഷ്യൻ തൻ്റെ ചെരുപ്പിങ്ങനെ ഇടാനായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പതുക്കെ ആ ചെരുപ്പ് ഇയാളുടെ വിറക്കുന്ന കാൽപാദങ്ങളിലേക്ക് വെച്ചു കൊടുത്തു. അപ്പോൾ ഈ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഈ സ്വന്തം ചെരുപ്പ് പോലും നമുക്കിടാൻ പറ്റാത്തൊരു സമയം വരും. അപ്പം അതൊക്കെ പറ്റുന്ന സമയത്ത് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടായാൽ നല്ലതാണ്. അതിനകത്തു നിന്നാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ പുതിയ പ്രകാശം വന്ന് വീഴുന്നത്. ആ പറ്റുന്ന പ്രായത്തിനെയാണ് ഞാൻ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ഇനി റിപ്പൻറ്റ് ചെയ്യാനല്ലാതെ ഒന്നിനകത്തും നേരമില്ല. പക്ഷെ മക്കൾക്ക് ചില കാര്യങ്ങൾ മുമ്പോട്ട് പോകാനായിട്ടുള്ള പ്രേരണയും പരിശ്രമമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ 3 അപരാധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. 1 അജ്ഞത, 2 അശ്രദ്ധ, 3 അഹന്ത. പുറത്തേക്ക് ഒറ്റ വഴിയേ ഉള്ളൂ: ജ്ഞാനം, ധ്യാനം, വിനയം. അതിന് പറ്റുന്ന ഒരു സമൂഹമായിട്ട് ഓൾറെഡി നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെ ഒന്നുകൂടി ചലഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ പുലരിയിലെ ഈ സെഷൻ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ എല്ലായിടത്തും ആനന്ദമാണ്. ഇടയൻ പറഞ്ഞു നമുക്ക് ആനന്ദിക്കാം, വീട്ടമ്മ പറഞ്ഞു നമുക്ക് ആനന്ദിക്കാം, അപ്പം പറഞ്ഞു കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ല, റാദർ കൊഴുപ്പിച്ച കാളക്കുട്ടിയെ കൊല്ല. മടങ്ങി വന്നവരെ അനുഭവിക്കുന്ന പ്രസരിപ്പിക്കുന്ന ഹർഷത്തിൻ്റെ പേരാണ് വിശുദ്ധി. മടങ്ങി വന്നവർ അനുഭവിക്കുന്ന പ്രസരിപ്പിക്കുന്ന ഹർഷത്തിൻ്റെ പേരാണ്. എല്ലായിടത്തും ഹാപ്പിയാണ്. ഇതൊരു ചെറുപ്പക്കാരുടെ ഒത്തുചേരലാണ്. എങ്ങനെ ഇതിനകത്ത് നിന്ന് ആനന്ദം ഉണ്ടാകുന്നത്? ഇന്ന് രാത്രിയിൽ നിങ്ങളൊരു ക്യാമ്പ് ഫയർ ചെയ്യുമ്പോഴോ, പുതിയൊരു പാട്ടിനനുസരിച്ചിട്ട് നൃത്തം ചവിട്ടുമ്പോഴോ, അതൊക്കെ പുറത്ത് നിങ്ങൾ തൂക്കിയ ഈ തോരണത്തോളം പോലും ആയുസ്സുള്ള കാര്യമല്ല. നാളെ പുലരിയെല്ലാം പതുക്കെ പതുക്കെ ഇങ്ങനെ ചുരുങ്ങിപ്പോകും. പക്ഷെ ഒരു കാര്യത്തിനകത്തുനിന്ന് ഒരാനന്ദം പ്രസരിക്കണം ഇത്തരം യോഗങ്ങളിൽ. എന്താണത്? ഇങ്ങനെ നിഷ്കളങ്കതയുടെ ആനന്ദം. പല തലങ്ങളിൽ നിന്ന് അകന്നുപോയ മനുഷ്യരുടെ തിരിച്ചുവരവിൻ്റെ ആനന്ദം. അത് പ്രസരിക്കുമ്പോഴാണ് ഈ ഒരു ഒത്തുചേരലിനെ അടുത്ത വർഷം നിങ്ങൾക്ക് ഇന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ഹർഷം ചിതറിയ ഒരു ഒത്തുചേരലായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു ശുചീകരണ തൊഴിലാളി മരിച്ചു. പേര് എല്ലാവർക്കും അറിയാം, ജോയി എന്ന് പറയുന്ന ഒരാൾ. ആ ഒരു സംഭവം എന്നെ വല്ലാതെ അങ്ങോട്ട് ഉലച്ചു. വ്യക്തിപരമായിട്ട് എനിക്കൊരു പരിചയമില്ല ജോയിയെ. പക്ഷേ നമ്മുടെ ഒരു മനസ്സിൻ്റെയൊക്കെ ഒരു ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടോ രോഗാതുരത കൊണ്ടോ ചില കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉള്ളി വന്ന് വീഴും. അപ്പം എനിക്ക് വല്ലാത്ത പ്രായച്ചിത്തം അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി. എന്താണത്? എങ്ങനെ ഈ മനുഷ്യൻ മരിച്ചത്? നമ്മുടെ അശുദ്ധിക്ക് മീതയിലാണ് ഈ മനുഷ്യൻ ശ്വാസം വിട്ട് മരിച്ചത്. നമ്മുടെ അശുദ്ധികൾക്ക് കൊടുത്ത ഒരു ജീവൻ്റെ ഒരു പരിഹാരമായിരുന്നു അത്. ഞാനതിങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഇന്ത്യ മുഴുവനായിട്ട് എല്ലാ വർഷവും 80-70 ശുചീകരണ തൊഴിലാളികൾ ഇങ്ങനെ മാലിന്യങ്ങളിൽപ്പെട്ട് മരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും മാലിന്യങ്ങളിൽ ആരൊക്കെയോ ശ്വാസം വിട്ടുന്നുണ്ട്. എവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ കുറേ കൂടി നിഷ്കളങ്കരായ ഒരു തലമുറ രൂപപ്പെടുത്താനായിട്ട് ഈ ഒരു സമൂഹത്തിന് പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിഷ്കളങ്കതയുടെ ആനന്ദം പിടുത്തം കിട്ടുന്നവർ. ബുദ്ധിസ്റ്റ് ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഇമോഷണൽ ഹൈജീൻ. ആ വൈകാരിക
ഷാളനും സാധ്യമായ ഒരു സമൂഹം നിലയിൽ വേണം കാലം നിങ്ങളെ ഓർമ്മിച്ച് വെക്കാനായിട്ട്. ഇപ്പോൾ പുറത്തേക്കുള്ള ഒരു വഴിയുണ്ട്, അതിങ്ങനെ അഗാധമായ ജ്ഞാനത്തിൻ്റെതാണ്. അറിവെന്നൊക്കെ പറയുമ്പോൾ ഈ പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ ശേഖരിച്ചിരുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ ലൈബ്രറിയെക്കുറിച്ചാണ്. മനുഷ്യരെ കുറേ കൂടി കേൾക്കുക, അലഞ്ഞടക്കുന്നവരെ കേൾക്കുക, ഇടറിപ്പോയവരെ കേൾക്കുക, തടവുപുള്ളികളെ കേൾക്കുക. പുതിയ ലൈബ്രറി ഹ്യൂമൻ ലൈബ്രറിയാണ്. 50 വയസ്സൊക്കെ കഴിയുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ പുസ്തകത്തിൻ്റെയൊക്കെ വായനയുടെ നേരം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം ഈ മനുഷ്യരെ കേൾക്കുക എന്നുള്ളതാണ്. അതിങ്ങനെ തലേ വന്നതുകൊണ്ടാണ് പരമാവധി ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അടുത്തിരിക്കുന്നവരോട് പോലും സംസാരിച്ചു തുടങ്ങുക. 2, ഇങ്ങനെ അജ്ഞതയെ ധ്യാനം കൊണ്ടും ലളിതമായൊരു ധ്യാനം രീതി കൂടി ഒന്ന് മനസ്സിലോർത്താൻ നല്ലതായിരിക്കും. എൻ്റെ ഒരു വിചാരം, യേശു പ്രാർത്ഥിക്കാൻ പോലും അല്ല പഠിപ്പിച്ചത്, ധ്യാനിക്കാനാണ് പഠിപ്പിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? വാതിലടക്കുക, അകത്തുള്ള ആളെ കേൾക്കുക. ആരംഭത്തിൽ സൂചിപ്പിച്ചു, ഇപ്പോൾ പോലും കടപ്പുറത്തെ വീടുകൾക്ക് പലപ്പോഴും വാതിലുകളില്ല. അപ്പം സ്വന്തമായ മുറിയോ കെട്ടുറപ്പുള്ള വീടോ ഇല്ലാത്തൊരു കാലത്തിനകത്ത് ഒരു കടപ്പുറത്തിരുന്നു കൊണ്ട്, ഒരു കട്ടമരത്തിലിരുന്നു കൊണ്ട് ഒരാൾ പറയുകയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ വാതിലടക്കുക, എന്നിട്ട് അകത്തുള്ള ആളെ കേൾക്കുക. കുറേ കൂടി ഇങ്ങനെ കണക്ടിവിറ്റിയിൽ ജീവിക്കുക. ആഫ്റ്റർ ഓൾ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ റിലേറ്റഡ്നെസ്സിൻ്റെ കഥയാണ്. മനുഷ്യരായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് ജീവിക്കുക, പരിസരമായിട്ട് റിലേറ്റ് ചെയ്ത് ജീവിക്കുക. അവസാനമായിട്ട് ഇങ്ങനെ കുറേ കൂടി വിനയപാഠങ്ങൾ ഒന്ന് വീണ്ടെടുക്കുക. പതുക്കെ പതുക്കെ ഇങ്ങനെ കുറേ കൂടി കുനിയാനായിട്ട് ഒരു ശീലനം സംഭവിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആശിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ ഉപേക്ഷിക്കട്ടെ. എന്തൊരു അഗാധമായൊരു പാഠമാണ്, കാര്യമായിട്ട് ഇനിയും മെഡിറ്റേറ്റ് ചെയ്യപ്പെടാതെ പോകുന്നത്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആശിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ ഉപേക്ഷിക്കട്ടെ. ഈ തന്നെ ഉപേക്ഷിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് വിനയപാഠം. അപ്പോൾ പുറത്തേക്കുള്ള വഴി തെളിയണം. ഹർഷത്തോടെ നമുക്ക് ആ വഴിയിലേക്ക് നടന്നു പോകാം. പുറത്ത് ആനന്ദമാണ്. എവിടെ മനുഷ്യർ എന്തിലേക്ക് മടങ്ങി വന്നാലും ആനന്ദമാണ്. ഇപ്പം 3 ദിവസം നിങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് മാറുന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ അമ്മ കരുതി വെച്ചിരുന്ന ഇത്തിരി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, അമ്മ എവിടെ നിന്ന് കഴിച്ചാലും ഇവിടുത്തെ കണക്കൊരു നല്ല ഭക്ഷണം ഉണ്ടാവില്ലെന്ന് പറയുന്നൊരു നേരമുണ്ടല്ലോ. അല്ലെങ്കിൽ ഇത്തിരി കൃഷിയിടമൊക്കെ ഉള്ളവർ ഈ മഴക്കാലത്ത് പതുക്കെ കൈക്കോട്ടുമായിട്ട് ഇങ്ങനെ ഇത്തിരി കൃഷിയിലേക്ക് പോകുമ്പോഴാണ്, കുറേ കാലമായിട്ട് സംസാരിക്കാതിരുന്ന 2 പേര് പതുക്കെ മിണ്ടിത്തുടങ്ങുമ്പോഴാണ്, വീട്ടിൽ പ്രായമുള്ള അപ്പനോ അമ്മയോ അപ്പൂപ്പനൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്കാലത്തിൽ നിന്ന് കണക്ക് പതുക്കെ ഇങ്ങനെ കൂടെ ചേർന്ന് കിടക്കുമ്പോഴാണ്. ഇതിനൊക്കെ വിളിക്കുന്ന വാക്കാണ് വിശുദ്ധി. മടങ്ങി വന്നവർ അനുഭവിക്കുകയും കൈമാറുകയും ചെയ്യുന്ന ഹർഷം. അത്തരം എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ഇത്തവണയും സംഭവിക്കുന്നൊക്കെ ഉള്ള പ്രത്യാശയോടു കൂടി ഞാൻ പതുക്കെ ഒന്ന് കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. യൗവനം ആനന്ദപൂർണ്ണമാക്കുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കുകയോ നമ്മളിലേക്ക് വെച്ച് നീട്ടപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ടോ അല്ല, പിന്നെയോ ഈ പറഞ്ഞ അഗാധ ജ്ഞാനവും ധ്യാനവും വിനയമൊക്കെ കൂടി ചേർന്നിട്ട് ഒരു വലിയൊരു ആഘോഷമാക്കി പതുക്കെ പതുക്കെ യൗവനം പരിവർത്തനം ചെയ്യപ്പെടും. ചെറുപ്പക്കാരനായ യേശുവിന് സ്തുതിയായിരിക്കട്ടെ. 15 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെ മാത്രം പ്രായമുള്ള അവൻ്റെ അപ്പോസ്തലന്മാർക്കും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഒന്ന് പ്രാർത്ഥിക്കാം. തിരുനേരെ ഇരുന്ന് ഒന്ന് കണ്ണുപൂട്ടി അടുത്തിരിക്കുന്നവരെ കൈ ഒന്ന് പതുക്കെ ഒന്ന് ചേർത്ത് പിടിക്കാം. തൊട്ടരികിലിരിക്കുന്നവരെ കൈ ഒന്ന് ചേർത്ത് പിടിക്കാം. ഇതൊരു ബ്രദർഹുഡാണ്. ഒന്ന് കൈ ഒന്ന് ചേർത്ത് പിടിച്ച് ഇറ്റ്സ് ടേക്ക് വെരി സീരിയസ്ലി. ഒരാളെ കൈകോർത്ത് പിടിക്കുക എന്ന് പറയുന്നത് കൊച്ചു കഥയല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ് ഈ കൈകോർത്ത് പിടിക്കുക എന്ന് പറയുന്നത്. ഒന്ന് കൈകോർത്ത് പിടിച്ച് ഒന്ന് കണ്ണുപൂട്ടി ഫീൽ ദ പാം. അരികിലിരിക്കുന്ന സഹോദരൻ്റെ സഹോദരിയുടെ ആ കരം മാത്രം ഒന്ന് അനുഭവിക്കുക. വിത്ത് ഓൾ റെസ്പെക്റ്റ്.
നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കേണ്ട ചില വൈകിയ മുഹൂർത്തങ്ങളാണിത്. ഇങ്ങനെ ഒരൊഴുക്കിനെതിരെ നടക്കുന്ന കണക്കാണ്. കുത്തിയൊഴുകുന്ന ഒരു പുഴ മുറിച്ച് കിടക്കുമ്പോൾ അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന കണക്കാണ്. ഇങ്ങനെ കൈകോർത്ത് പിടിച്ചാൽ മാത്രമേ ഈ ഒഴുക്കിനെ കുറുകെ അടക്കാൻ പറ്റൂ. വെറുപ്പിൻ്റെയും വിഭാഗീയതയുടെയും ഒക്കെ ഒരു കുത്തൊഴുക്കിൻ്റെ കാലത്ത് ചെറുപ്പക്കാർ കൈകോർത്ത് പിടിക്കണം. അങ്ങനെ മാനവികത എന്ന് പറഞ്ഞൊരു സങ്കല്പം മതം പോലും അല്ല, മതമേ അല്ല, മാനവികത എന്ന് പറഞ്ഞ സങ്കല്പത്തിലോട്ട് നമ്മളിങ്ങനെ കൈപിടിച്ച് പോവും. കുറേ കൂടി പ്യൂരിഫൈഡായിട്ട് നിഷ്കളങ്കതയുടെ ആനന്ദം അനുഭവിച്ച് ജ്ഞാനത്തിൻ്റെ പ്രകാശം അനുഭവിച്ച് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകും. പരസ്പരം പ്രാർത്ഥിക്കുക. കുഞ്ഞു പ്രാർത്ഥന കണ്ണുപൂട്ടിയും കൈകോർത്ത് പിടിച്ചും നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. എന്നോടൊപ്പം ഒന്ന് ഏറ്റു ചൊല്ലുക. പകൽ മേഘമായും രാത്രി അഗ്നിയായും സ്നേഹമേ സദാ ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കണമേ. പകൽ മേഘമായും രാത്രി അഗ്നിയായും സ്നേഹമേ സദാ ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കണമേ. അജ്ഞതയെ ജ്ഞാനം കൊണ്ടും അശ്രദ്ധയെ ധ്യാനം കൊണ്ടും അഹന്തയെ വിനയം കൊണ്ടും അഭിമുഖീകരിക്കുവാൻ പ്രചോദിപ്പിക്കണമേ. അജ്ഞതയെ ജ്ഞാനം കൊണ്ടും അശ്രദ്ധയെ ധ്യാനം കൊണ്ടും അഹന്തയെ വിനയം കൊണ്ടും അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. പകൽ മേഘമായും രാത്രി അഗ്നിയായും സ്നേഹമേ സദാ ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കണമേ. ആമേൻ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഹഗ് ചെയ്യാം, പരസ്പരം ആലിംഗനം ചെയ്യാം.